ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസിൻ്റെ നമ്മളെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മളെ ട്രീ ഹൗസിൻ്റെ മുകളിൽ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളിത് ഇവിടുന്ന് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ ട്രേഡിംഗ് ഹാളാണ്. ഓ, ഇവിടെ ഫുള്ള് സ്പൈഡർ ആണല്ലോ. അടിക്കടി. ഓക്കെ, ഇതെവിടെയൊക്കെ സ്പൈഡർ ഉണ്ട് കേട്ടോ. ഇവനെയൊക്കെ കൊന്നൊക്കെ പെട്ടെന്ന്. എന്താ പിങ് അടിക്കണ്ട? ചെറുതായിട്ട് ലാഗ് ഉണ്ട് തോന്നുന്നുണ്ട്. ലാഗല്ല, മറ്റേ നെറ്റ്വർക്കിൻ്റെ സംഭവം. നമ്മൾ കുറേ വുഡ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രേഡിംഗ് ഹാളാണ്. കാരണം നമുക്ക് ഇനി ഡയമണ്ട് ആർമർ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. പിന്നെ നമ്മളിത് കുറേ നേരം ഇവിടെ AFK എന്നിട്ട് കുറേ വുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഷുഗർ കെയിനൊക്കെ ഫുള്ള് ഗ്രോ ആയിട്ടുണ്ട്. നമുക്കിനി ട്രേഡിംഗ് ഹാൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതൊക്കെ ഗെയിം കളിക്കാൻ പറ്റുന്നത്. സോ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഫ്രീ ഫയർ ആണ്. സോ ഒന്നാമത്തെ കാര്യം, ഞാൻ കളിക്കാത്ത വെച്ചാൽ കളിക്കാറില്ല. അതിനെക്കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. അതിനെക്കൊണ്ടാണ്. പിന്നെ നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കാനാണ് എനിക്കിഷ്ടം. GTA അങ്ങനത്തെ ഗെയിംസാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഫോർസ ഹൊറൈസൺ അങ്ങനത്തെ ഒക്കെ കളിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ അതിനെക്കൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഗെയിംസൊക്കെ പറയുക. പിന്നെ ഇപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിനെ ആയിരിക്കും കളിക്കുക. കാരണം ഇപ്പോൾ വെക്കേഷന് കാര്യങ്ങളൊന്നും ആയിട്ടില്ല, എക്സാം കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ കുറച്ച് ലേറ്റ് ആവുന്നത്. ആഴ്ചയിൽ തന്നെ 2 വീഡിയോസൊക്കെ ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഷുഗർ കെയിന് ഫുള്ള് ഗ്രോ ആയിട്ടുണ്ട്. നമുക്ക് ഫുള്ള് കളക്റ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന വിചാരിക്കുന്നു കേട്ടോ. നമ്മളെ ഇത് ഫാം ട്രേഡിംഗ് ഹാള്. നമ്മളെ പിന്നെ വില്ലേജർ വീട് നല്ല വർക്കാവുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളെ വില്ലേജേഴ്സിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ കഴിയുമെന്ന് തോന്നില്ല. കാരണം ഇത് വലിയൊരു ടൈം തന്നെ എടുക്കും. കാരണം നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ തന്നെ കുറേ സാധനം വേണം. പിന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കണം. നമുക്കെന്തായാലും ഈ വുഡൊക്കെ ഒന്ന് പെട്ടെന്ന് കളക്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ കുറേ വുഡ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും വുഡ് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ ധാരാളം തന്നെയാവും. നമ്മൾ പിന്നെ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ വില്ലേജേഴ്സിന് ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വുഡ് ആവശ്യമില്ല. കാരണം നമുക്ക് ഫ്ലെച്ചറിന് ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ കുറേ ലെങ്ത് ഒന്നും ആക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ നേരം എടുക്കും. സോ നിങ്ങളിത് പെട്ടെന്ന് സ്പീഡിൽ കണ്ടിട്ടോ. ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ കുഴിയിലൊക്കെയാണ് നമ്മളെ വില്ലേജസിന് ഇടാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരു ലേ ഔട്ട് പോലെ കിട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പം ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഓരോ പില്ലർ പോലെ കെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ 3 ബ്ലോക്ക് ഹൈറ്റ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ചാടിയിട്ട് 2 ബ്ലോക്ക് ഇങ്ങനെ ഇനി ഇതുപോലെ ഇങ്ങനെ നേരെ കൊണ്ടുപോകണം. ഒരു ബ്ലോക്കും കൂടി വെക്കാം. 1 2 3 നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ആക്കി വരണം. അപ്പോൾ ഇനി കുറേ നേരം എടുക്കും. ഒരു സ്പീഡിൽ കണ്ടിട്ടോ.
സോ ഗൈസ് നിങ്ങൾ ഇനി എന്തായാലേ ഇതിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ് ഫൈനലി നമ്മൾ കുറേ നേരം നമ്മൾ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല കുറേ നേരം, കാരണം അത് ഭയങ്കര ബോറിങ് ആവും. ഈ കുറച്ച് സ്ലാബും കൂടി വെച്ചാൽ നമ്മളെ പണി ഏകദേശം തീർന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ എവിടേക്കോ ചെറിയ തെറ്റൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ മെയിൻ ലുക്ക്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് വിൻഡോസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യണം, എന്നാലേ കുറച്ച് രസം ഉണ്ടാവുള്ളൂ. അതിനെക്കൊണ്ട് നമുക്ക് കുറച്ച് വിൻഡോസ് ആഡ് ചെയ്യണം. പിന്നെ ഇതിനുള്ളിൽ സോംബിനെ കയറ്റാണ്ട്, ഇതൊന്നും ഞാൻ കയറ്റുന്നില്ല. പിന്നെ നമുക്ക് വിൻഡോസ് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാൻഡ് വേണം. ഇത് ഇവിടുന്ന് കുറച്ച് സാൻഡ് എടുത്തേക്കാം. നമുക്ക് ഈ സാൻഡ് എടുത്തേക്കാം. കുറച്ച് മതിയായിരിക്കും, ഒരു 5-6 സ്റ്റാക്ക് വേണ്ടി വരും. ഓക്കെ, നമുക്കത് പെട്ടെന്ന് എടുത്തിട്ട് ഇത് സ്മെൽറ്റ് ആക്കണം. അപ്പോൾ ഇത് സ്മെൽറ്റിങ്ങിന് ഇട്ടുണ്ട്. ഇനി നമുക്ക് കോള് വേണം. ഓക്കെ, സോ അത് ഇവിടുന്ന് നമുക്ക് എടുത്തേക്കാം കുറച്ച് കോള്. ഇവിടെ കുറേ കോളുണ്ട്. സോ നമുക്ക് ഇത് ഇവിടുന്ന് എടുത്തേക്കാം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ആവശ്യത്തിനുള്ള നമ്മളെ കോളും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നൈറ്റ് വിഷ് ഓഫ് ആക്കാം. ഓക്കെ, നമ്മൾ നൈറ്റ് വിഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഷുഗർ കെയിനൊക്കെ നല്ല വളർന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ കാണിച്ചു തരാം, കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കൊണ്ട് നമുക്ക് അപ്ഡേറ്റ് ആക്കാനുണ്ട്. നമുക്കിത് ക്യാരറ്റ് നമ്മളതിൽ ഫുഡാട്ടോ ഇല്ല അതിപ്പോൾ. സോ നമുക്ക് ഇതും കൂടി ഒന്ന് സ്മെൽറ്റ് ചെയ്തേക്കാം പെട്ടെന്ന്. ഓക്കെ, ഇട്ടിട്ടുണ്ട്. 48 കോളം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടാ. സോ നമ്മൾ പിന്നെ ഒന്നും കൂടി നമുക്ക് ഇതാക്കാം. അപ്പം നിങ്ങളില്ലേ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വാ. ഓക്കെ, എല്ലാ പണിയും നമ്മളെ ക്ലാസ്സും ഇതൊക്കെ കൂടി വെച്ചിട്ട് നമുക്ക് അവസാനം കാണാം. ഓക്കെ, ബൈ. എല്ലാ സംഭവം നമ്മളെ ക്ലാസ് വെച്ച് നമുക്ക് ഇവിടെ കുറച്ചൊരു രസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലീഫും കൂടി വെച്ചേക്കാം. ഒരു കുറച്ചൊരു നാച്ചുറൽ ടച്ച് ആയിക്കോളും. അതിന് നമുക്ക് കുറച്ച് ലീഫ് വെച്ചേക്കാം അവിടെ ഇടയിലിടായിട്ട്. ഓക്കെ, പിന്നെ ഇതെവിടെയൊക്കെ അങ്ങനെ വെച്ചേക്കാം. നമ്മൾ മുകളിൽ ക്യാമ്പ് ഫയറിന് മറ്റേ സാധനം വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് കോള് കിട്ടിയതിനെ കൊണ്ട് ആ ക്യാമ്പ് ഫയറിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കിത് ഈ ഷുഗർ കെയിൻ ഫുള്ള് എടുത്തേക്കാം, കാരണം അത് കുറക്കാനുണ്ട്. നമുക്ക് പേപ്പറൊക്കെ ട്രേഡ് ചെയ്യാൻ നല്ല ആവശ്യമുണ്ടാവും. നമുക്ക് ഫുള്ള് ഷുഗർ കെയിൻ എടുത്തേക്കാം. പിന്നെ നമ്മൾ വെക്കേഷൻ നിങ്ങൾക്കൊക്കെ പരീക്ഷ ഉണ്ടാകുന്ന ചാൻസ്. അപ്പോൾ വെക്കേഷൻ ആയാൽ നമ്മൾ എന്തായാലും സെറ്റാക്കും, കുറേ ഗെയിംസ് ട്രൈ ചെയ്യും. ഓക്കെ, സോ നിങ്ങളെന്തായാലും ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അതാണ് കുറേ ആൾക്കാർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ലൈക്കും കുറവാട്ടോ. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, നല്ല കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. സോ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. സോ നമ്മളിത് ഷുഗർ കെയിനൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് വളർന്നില്ലേ. ഓക്കെ, നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? എന്താ? അയ്യോ, വാട്ട്? എങ്ങനെ? സെർവറിൽ കളിക്കുമ്പോഴേ ഈ ലാഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലാഗല്ല, പിങ്. അതിനെക്കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മളെ നെറ്റിൻ്റെ പ്രോബ്ലമാണ്. അതിനെക്കൊണ്ട് അത്രയും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മൾ പോലും അറിയാതെ ഇപ്പം ചത്ത്. നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തേക്കാം, നമ്മളെ ഐറ്റംസ് എല്ലതും ബൂട്ട് കാര്യങ്ങളൊക്കെ. ഇനി ആർമറിട്ട് നമ്മളെ തൊപ്പി ക്രിസ്മസിൻ്റെ എങ്ങനെയായി എനിക്കറിയില്ല. നമ്മളെ ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ തൊപ്പിയിൽ ചെറുതായിട്ട് ക്രിസ്മസിൻ്റെ സാധനം ഇട്ടുണ്ടായിരുന്നു, അതിനെ കൊണ്ടാണ് തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും കിടന്നേക്കാം, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് കിടന്നേക്കാം. നമ്മൾ കിടന്ന് നീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെയിൽ ഉണ്ടാക്കണം, കാരണം നമുക്ക് വില്ലേജസിനെ കയറ്റണ്ടേ. റെയിലിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് കുറച്ച് സ്റ്റിക്ക് വേണ്ടി വരും. ഒരു സ്റ്റിക്കും പിന്നെ 3 6 അയണും വേണം. ഓക്കെ,
കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റിക്ക് വയ്ക്കുക, പുറത്തും അയൺ വയ്ക്കുക. നമുക്ക് റെയിലൊന്ന് സെർച്ച് ചെയ്യുക. അതെ, റെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം എത്ര സ്റ്റാക്ക് ആവും? ഒന്ന് അങ്ങനെ വെച്ചാൽ നമുക്ക് 16 ആവും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് 48 റെയിലും ആയിട്ടുണ്ട്. നമുക്ക് പവേർഡ് റെയിൽ എങ്ങനെ ഉണ്ടാക്കുക? ഗോൾഡ് വേണം അല്ലേ? ഗോൾഡ് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. ഗോൾഡ് നമ്മളെ കയ്യിൽ ഉണ്ട്, നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പിന്നെ നമുക്ക് ഇതിലോട്ട് വരാം. ഇതാണ് നമ്മളെ പുതിയ ആൾക്കാർ, നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്ത ആൾക്കാരാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളെ പേരും ഇതുപോലെ വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ നിങ്ങളെ പേര് ഇതിൽ വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, നമ്മൾ പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളതിൽ പവർ ഡ്രില്ലുണ്ട്, നമ്മൾ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ആ കേവിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ വില്ലേജർ ബ്രീഡറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 3-4 ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. നമുക്ക് ഈ ഡേർട്ട് ഇവിടെ വെച്ചേക്കാം, കാരണം നമ്മളെ ക്രീപ്പർ പൊട്ടിയ സംഭവം. ഇനി നമുക്ക് നമ്മുടെ ട്രേഡിങ് ഹാളിൻ്റെ ഉള്ളിലോട്ട് പോകണില്ല, ഇപ്പോൾ പോകണില്ല, നമുക്കത് നാളെ പോവാം. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളെ വില്ലേജർ ബ്രീഡറിൻ്റെ ഉള്ളിലോട്ട് പോകണം. പെട്ടെന്ന് പോയേക്കാം, ഇതല്ലല്ലോ വഴി, ഇതിലൂടെ പെട്ടെന്ന് പോവാം. ഓക്കെ, സോ ഈ നമ്മളതെ വില്ലേജസ് പുറത്തേക്ക് എത്തി. ഇങ്ങനെയാ ഇവിടെയാണ് നമ്മൾ എൻ്റെ പവർ വില്ലേജ് ചെയ്തത്. ഇപ്പോൾ വില്ലേജസ് ആയിട്ട് ചാവാഞ്ഞ മതി, സഫോക്കേറ്റ് ആയിട്ട്. രണ്ട് നമ്മളെ വില്ലേജസ് ഉണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് വേണ്ടി വരും കേട്ടാ, കുറച്ച് ബ്രെഡ് വേണ്ടി വരും. നമ്മളതിൽ ഫുഡൊന്നുമില്ല. ഈ റെയിൽ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ നേരെ അങ്ങനെ കൊണ്ടുപോയി വെക്കണം. വരെ നമുക്കിത് എത്തിക്കണം. സോ അത് കുറെ നേരം എടുക്കും. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അത് ചെയ്യാനൊക്കെ പറ്റുന്നത്. നമുക്കത് ഓഫ് ക്യാമറയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കില്ല, കാരണം അത് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. സോ ഇതേ നമ്മളെ ഈ ഒരു എമറാൾഡ് നമുക്ക് ട്രേഡ് ചെയ്തേക്ക് പെട്ടെന്ന്. നമ്മളിപ്പോൾ അതെ കുറേ ബ്രെഡ് അങ്ങനെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുഡ് അൺലിമിറ്റഡ് ആയിട്ടുണ്ട്, കാരണം നമുക്ക് കുറച്ചൊരു എമറാൾഡിന് നമുക്ക് ഇത്ര 6 ബ്രെഡ് എന്തോ കിട്ടും. അതിനൊക്കെ നമുക്ക് സുഖമാണ്. നമുക്ക് ഇതൊന്ന് അടിയിലോട്ട് വയ്ക്കുക, കാരണം വലിയ വില്ലേജർ പുറത്തോട്ട് പോയി. ഇതിൽ 3 വില്ലേജർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 പോയി. അല്ല, 1 പുറത്തോട്ട് പോയി, ഇപ്പോൾ 2 ഉള്ളൂ. നമ്മളൊരു ബോയും ട്രേഡ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരികയാണെങ്കിലും സ്കെൽറ്റനെ കൊല്ലാൻ നമ്മളിതുവരെ ഈ ഒരു ഇതിൽ ബോ ഉപയോഗിച്ചില്ല. ഓക്കെ, പിന്നെ ഉപയോഗിച്ച് നോക്കാം. ഇപ്പം ഞാൻ ട്രേഡൊന്നും മാറ്റിയില്ല. ആപ്പിൾ തരുന്നുണ്ട്, കുറച്ച് ആപ്പിൾ വന്നു, കാരണം നമ്മളെ സോംബി വില്ലേജസ് ആക്കുമല്ലോ, അപ്പോൾ നമുക്ക് ക്യൂർ ചെയ്യുമ്പോൾ ഗോൾഡൻ ആപ്പിൾ വേണ്ടി വരും. സോ ഗൈസ്, നമുക്കത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നുമില്ല, നമ്മളാകെ ട്രേഡിങ് ആൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് കുറേ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2-3 ദിവസം, റിയൽ ലൈഫിൽ 2-3 ദിവസം എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ടൊക്കെ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇതുവരെ വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.